കംപ്ലീറ്റ് കെയർ ഷാംപൂ. പേര് പോലെ തന്നെ കംപ്ലീറ്റ് കെയർ. എന്താണ് ഈ കംപ്ലീറ്റ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂർണ്ണ സംരക്ഷണമാണ് നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുന്നത്. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതില് മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ഏജൻസ് ആണ് ചേർന്നിട്ടുള്ളത്. അതാണ് സോഡിയം ലോറൈൽ ഈഥർ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊരു ഫോമിങ് ഏജന്റ് ആണ്, അതായത് പത തരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇത് ഏതിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? പാം കേണൽ ഓയിൽ നിന്നും, അതുപോലത്തെ പാം ഓയിൽ നിന്നും, അതേപോലെ കോക്കനട്ട് ഓയിൽ നിന്നുമാണ് ഈ പറയുന്ന SLES, അതായത് സോഡിയം ലോറൈൽ ഈഥർ സൾഫേറ്റ് എന്ന് പറയുന്നത് എടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തതാണ് കാബ് എന്ന് പറയുന്നത്. കോക്ക് അമിഡോ പ്രൊപ്പൈൽ ബീറ്റേ എന്ന് പറയുന്നതാണ്, CAPB. അതും നാച്ചുറൽ ആയിട്ട് ഉള്ളതാണ്, കോക്കനട്ട് ഓയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അത് എന്ത് സംരക്ഷണമാണ് തരുന്നത്? നമ്മുടെ ഹെയറിലുള്ള എക്സസ് ആയിട്ടുള്ള ഒരു ഓയിലിനെ അത് നീക്കം ചെയ്യുന്നു. ഓയിലോടൊപ്പം തന്നെ മാലിന്യങ്ങളെയും അത് നീക്കം ചെയ്യുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് കെയർ ഷാംപൂവിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് സിലിക്കോ ഗ്വാർ ഫോർമുല. സിലിക്കോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഗ്വാർ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഗ്വാർ ബീൻസിൽ നിന്നും എടുത്തിട്ടുള്ള ഗ്വാറുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഫോർമുലയാണ് നമ്മളുടെ ഇതില് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇത് എന്താണ് തരുന്നത്? ഒരു കണ്ടീഷനിങ് എഫക്ട് തരുന്നുണ്ട്. സ്മൂത്ത്, സോഫ്റ്റ്, സിൽക്കി ആയിട്ടുള്ള ഒരു ഹെയർ ആണ് തരുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സിലിക്കോ ഗ്വാർ ഫോർമുല. അപ്പം ആദ്യം തന്നെ സിലിക്കോൺസ് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ സിലിക്കോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഒരു കോട്ടിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്ത് കോട്ടിംഗ്? ഒരു വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ നോക്കൂ, ഇതാണ് ക്യൂട്ടിക്കിൾസ്. ഞാൻ പറഞ്ഞു അല്ലെ, ഇതെല്ലാം ഓപ്പൺ ആയിട്ടുള്ളതാണ്. അപ്പം ഇത് നോക്കൂ, ഇതാണെങ്കിലോ ആഫ്റ്റർ അല്ലെ, ഈ ഒരു ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷമുള്ളതാണ്. ആ ക്യൂട്ടിക്കിൾസ് ഒക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഒരു പുറമേ ഉള്ള ഒരു സംരക്ഷണമാണ് അല്ലെ, ഒരു കോട്ടിങ്, ഒരു ആവരണം നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഈ സിലിക്കോൺ എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി എന്തൊക്കെയാണ് ഒരു മുടിക്ക്, ഒരു മുടിനാരിന് എങ്ങനെയൊക്കെയാണ് ഇത് സംരക്ഷണം നൽകുന്നത്? ആ മുടിനാരിന്റെ മോയ്സ്ചർ, ആ ഒരു ഈർപ്പത്തെ സംരക്ഷിക്കുന്നു. അതിൽ നിന്നും എന്താണ് അല്ലെ, ഡ്രൈ ഹെയർ ആവാതെ കാത്തു സംരക്ഷിക്കുന്നു. നല്ലൊരു മിനുസമാണ് നൽകുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് മുടി ചീകാനായിട്ടൊക്കെ സഹായിക്കുന്നു. അടുത്തതായിട്ടുള്ളതാണ് ഗ്വാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഗ്വാർ ബീൻസിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഗ്വാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ അത് വേഗം വെള്ളത്തെ അബ്സോർബ് ചെയ്തിട്ട് കുറച്ച് തിക്കാവുകയാണ് ചെയ്യുന്നത്. മെൽറ്റ് ഫാറ്റിൽ ഞാൻ ഇസബ്ഗോളിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ, അത് വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും സ്വള്ളനാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഗ്വാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിലേക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ കുറച്ച് തിക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഓരോ മുടിനാരും കുറച്ചുകൂടി തിക്കസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഓരോ മുടിനാരിന്റെയും കട്ടി കുറച്ചുകൂടി അധികമായിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ബ്രേക്കേജ്, പൊട്ടി പോകുന്നതിനെ തടയുന്നുണ്ട്. ഷൈനും നമ്മൾക്ക് തരുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൽ ചേർത്തിട്ടുള്ളതാണ് ആൽമണ്ട് മിൽക്കിൽ നിന്നും എടുത്തിട്ടുള്ളത്. ആൽമണ്ട് മിൽക്കിൽ നിന്നും എടുത്തിട്ടുള്ള ആ ഒരു ഇതിലുള്ളത് റിച്ച് ഇൻ വൈറ്റമിൻസും മിനറൽസും ഒരുപാടുണ്ട്. നമ്മുടെ ശരീരത്തിൽ വേണം, നമ്മളുടെ അകത്തേക്ക് വൈറ്റമിൻസും മിനറൽസും വേണം, നമ്മുടെ സ്കിന്നിന് വൈറ്റമിൻസും മിനറൽസും വേണം. അപ്പൊ നമ്മളുടെ മുടിക്ക് വൈറ്റമിൻസും മിനറൽസും ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ആവശ്യമാണ്. മുടിയുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. ഹെയറിന് നല്ല കട്ടി, നല്ല ബലം കൊടുക്കാനായിട്ടും അതേപോലെ നല്ല ഷൈനി ലുക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട്. അതോടൊപ്പം തന്നെ ചേർത്തിട്ടുള്ളതാണ് അലോയിവേറ എക്സ്ട്രാക്ട്. അലോയിവേറ നമ്മുടെ സ്കിന്നിനും നല്ലതാണ്, നമ്മുടെ മുടിക്കുമൊക്കെ നല്ലതാണ്. അപ്പൊ പണ്ട് എണ്ണയൊക്കെ കാച്ചുമ്പോൾ അലോവേറയൊക്കെ ഇട്ടിട്ടാണ് കാച്ചാറുള്ളത് അല്ലെ. അതൊരു നാച്ചുറൽ ഹൈഡ്രേഷൻ ആണ്. അതായത് നമ്മുടെ മുടിക്ക് ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു മോയ്സ്ചറിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ളതാണ് പ്രോ വൈറ്റമിൻ ബി. അതെന്താണ്? മുടിക്ക് ശക്തി നൽകുന്നതാണ്. അതോടൊപ്പം അതിൽ ഹ്യൂമെക്ടൻസും കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാക്ക് ഇനിയും പോകെ നമ്മളുടെ പ്രൊഡക്റ്റിലുണ്ട്. അപ്പൊ ഇതെന്താണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഹ്യൂമെക്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഹ്യൂമെക്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 തരത്തിലുള്ള മോയ്സ്ചർ ആണ് ഉള്ളത്. അതായത്
ഹ്യൂമെക്ടൻസ്, ഇമോലിയന്റ്, ഒക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഹ്യൂമെക്ടന്റ് ആണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഹ്യൂമെക്ടന്റ് മോയ്സ്ചർ ആണ്. അപ്പം അതെന്താണ് ചെയ്യുന്നത്? ഹ്യൂമെക്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്, ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഹെയർ കെയർ ആണ്, അപ്പം ഹെയർ കെയർ പ്രൊഡക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഹെയറിന് വേണ്ടിയിട്ട് ഈർപ്പം ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ഈർപ്പത്തെ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കാൻ കഴിവുള്ളതും അതേപോലെ തന്നെ അകത്തെയുള്ള സെൽസിൽ നിന്നും അകത്തുള്ള കോശങ്ങളിൽ നിന്നും വലിച്ചെടുക്കാനും കൂടി സഹായിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഹ്യൂമെക്ടന്റ് എന്ന് പറയുന്നത്. പോകെ പോകെ നമ്മളുടെ ബോഡി കെയറിലൊക്കെ ഈ ഒരു ഹ്യൂമെക്ടന്റിനെ പറ്റിയിട്ട് നമ്മൾ പറയും. അപ്പം ഹ്യൂമെക്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ മോയ്സ്ചറിനെ, നമ്മുടെ ഈർപ്പത്തെ സംരക്ഷിച്ച് നിർത്തുന്നതായിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഹ്യൂമെക്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങനെ സംരക്ഷിക്കുന്നു? അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പത്തെ വലിച്ചെടുക്കുന്നതോടൊപ്പം അകത്തുള്ള കോശങ്ങളിൽ നിന്നും കൂടി ഈ ഈർപ്പത്തെ വലിച്ചെടുക്കുന്നു. അത്തരത്തിൽ നമ്മുടെ ഹെയറിനെ ഡ്രൈ ഒന്നും ആകാതെ സംരക്ഷിക്കുന്നു. ഒരു കവചം പോലെയാണ് ഇത് നിൽക്കുന്നത്. ഇനി എന്താണ് ഈ കംപ്ലീറ്റ് കെയർ ഷാംപൂവിന് മറ്റുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്നുമുള്ള ഒരു മേന്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാക്കി മാർക്കറ്റിൽ നിന്നുള്ളതൊക്കെ ഷാംപൂ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്ലീനിങ് മാത്രമാണ്, മുടിയിലെ എന്താണ് ഡേർട്ടിനെ, മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ അല്ലെ, ചെളീനെയൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ്ങിനോടൊപ്പം തന്നെ എന്തും കൂടിയിട്ടുള്ളതാണ്, ഒരു മുടിയൊക്കെ പൊട്ടിപ്പോവാതെ സംരക്ഷിക്കുന്നു, മുടിക്ക് ഓവറോൾ ഒരു സംരക്ഷണം കൂടിയിട്ടാണ് ഇത് നൽകുന്നത്. സാധാരണ എല്ലാത്തിലും ഷാംപൂസിലും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിലൊക്കെയും 2 കണ്ടീഷണേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് കെയർ ഷാംപൂയില് 2ന് പകരം 4 ഡിഫറെന്റ് കണ്ടീഷണേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ആൽമണ്ട് മിൽക്ക്, അലോയിവേറ, പ്രോ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ വേറെ ഒരു പ്രൊഡക്റ്റിനും ഈ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് സാധിക്കുകയില്ല. ഇനി എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്? ഇത് എല്ലാ തരത്തിലുള്ള മുടികൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോം ആണ്, പതയാണ് ഇതിലുള്ളത്. നാച്ചുറൽ എക്സ്ട്രാക്ട് ആണ് അല്ലെ, നമ്മളുടെ തേങ്ങ വെളിച്ചെണ്ണയിൽ നിന്നും എടുത്തിട്ടുള്ളതും പാം ഓയിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ളതാണ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ, വസ്തുക്കൾ ചേർത്തിട്ടാണ്, ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് കെയർ ഷാംപൂ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് എന്തുണ്ട്? സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസ്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസ് എന്ന്. അതായത് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിലും ചില ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ കൂടുതലായിട്ടും നിർവഹിക്കുന്നത്. അപ്പം ഈ സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടുള്ള ഈ ഓരോ ഇൻഗ്രീഡിയന്റും ഇതിൽ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്തിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയന്റിന് ഞാൻ പറഞ്ഞതുപോലെയുള്ള കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നതിനെ നമ്മൾ പലതവണ അനാലൈസിസ് ചെയ്ത്, അതായത് നിരീക്ഷിച്ച് പരീക്ഷിച്ച് ഡോക്യുമെന്റേഷൻ ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൽ ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് കെയർ ഷാംപൂവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ അലോയിവേറ ഉണ്ട്, നാച്ചുറൽ ആൽമണ്ട് മിൽക്ക് ഉണ്ട്, അതേപോലെ കോക്കനട്ട് ഓയിൽ നിന്നും എടുത്തിട്ടുള്ളത്, പാം ഓയിൽ നിന്നും എടുത്തിട്ടുള്ളതൊക്കെ ഉണ്ട്, സോഡിയം ലോറൈൽ ഈഥർ സൾഫേറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ. അപ്പം ഇതെല്ലാം ഈ മുടിയിൽ ഈ ഒരു പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പങ്ക് വഹിക്കുന്നു, അല്ലെങ്കിൽ സംരക്ഷണം എന്നൊരു കർമ്മം ചെയ്യുന്നു എന്നതിനെയാണ് നമ്മൾ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? വെറ്റായിട്ടുള്ള ഹെയറിൽ ആദ്യം കുറച്ച് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് എടുത്തതിന് ശേഷം സ്കാൽപ്പിലേക്ക് തേച്ചിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യണം. ഒരു 2 മിനിറ്റോളം ഇത് മസാജ് ചെയ്യണം. അതിനുശേഷം നല്ലപോലെ വാഷ് ഔട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ഇതിന്റെ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഷാംപൂവിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എലമെന്റ്സ് വെൽനെസിന്റെ 18-1 ഹെയർ കണ്ടീഷണറും ഉപയോഗിക്കാം. അത് കുറച്ചു നേരം ഈ ഒരു ഷാംപൂ കംപ്ലീറ്റ് കെയർ തേച്ചതിന് ശേഷം
കഴുകി കളഞ്ഞ് അതിനുശേഷം എലമെന്റ്സ് വെൽനെസിന്റെ 8-in-1 ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കാം. എന്നിട്ട് അതും നിങ്ങൾക്ക് കഴുകി കളയാം. ഇപ്പം കുറച്ചുകൂടി അഡീഷണൽ എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. കാരണം എലമെന്റ്സ് വെൽനെസ് 8-in-1 ഹെയർ കണ്ടീഷണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 8 പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. അപ്പൊ മുടിക്ക് കുറച്ചുകൂടി നല്ല എഫക്റ്റ് ആണ് ഇത് നൽകുന്നത്. അപ്പം എന്തൊക്കെയാണ് അതിലുള്ളത് എന്നുള്ളത് നമ്മൾക്ക് വെറും സ്ലൈഡുകളിൽ നോക്കാം. ഇത്രയുമാണ് ഈ ഒരു കംപ്ലീറ്റ് കെയർ ഷാംപൂവിനെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ടുള്ളതാണ് ആന്റി ഡാൻഡ്രഫ് ഷാംപൂ എന്ന് പറയുന്നത്. എന്താണ് ഈ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ എന്ന് പറയുന്നത്? അതായത് ഡാൻഡ്രഫിന് എതിരെ പ്രവർത്തിക്കാനായിട്ടുള്ളതാണ് അല്ലെ. അതാണ് ആന്റി ഡാൻഡ്രഫ് ഷാംപൂ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഡാൻഡ്രഫ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇപ്പം ഒപിയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് രോഗികളാണ് ഡാൻഡ്രഫ് മൂലം മുടി കൊഴിച്ചിലായിട്ടും അതേപോലെ തന്നെ മുഖത്ത് നെറ്റിയില് പ്രത്യേകിച്ചും ഇങ്ങനെ ഈ ഒരു അറ്റത്തിലായിട്ട് ഒരുപാട് കുരുക്കൾ, കുഞ്ഞു കുഞ്ഞു കുരുക്കളായിട്ട് വരുന്നത്, മുതുക്കില് കുരുക്കള്, കക്ഷത്തില്, തുടകളിലുമൊക്കെ കുരുക്കളായിട്ട് വരുന്നത്. അതേപോലെ പുരുഷന്മാര് പറയുന്ന വലിയൊരു പ്രശ്നമാണ് ബ്ലാക്ക് കളർ ഷർട്ട് ഇടുമ്പോഴത്തേക്കും ഫുൾ വൈറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് തരി പോലെ ഈ ഡാൻഡ്രഫ് വന്ന് ഷർട്ടിൽ ഇരിക്കുന്നു. അപ്പൊ അത് ഭയങ്കര അവർക്കൊരു പ്രശ്നമാണ് എന്നുള്ളത്. ഈ ഒരു ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ ഒരു രോഗത്തെക്കാൾ ഉപരി ഇന്നൊരു സൗന്ദര്യത്തെ ഒരു ഹനിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇത് അല്ലെ ഈ ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഈ ഒരു ഡാൻഡ്രഫ് കൂടുതലായിട്ടും 13 മുതൽ 45 വയസ്സിന്റെ ഇടയിലാണ് കാണുന്നത്. സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലും ആണുങ്ങളിലാണ് ഇത് കാണുന്നത്. കുറച്ചുകൂടി അധികമായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നമുള്ളവർക്കും എന്തെങ്കിലും തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഉള്ളവർക്കും ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പം എന്താണ് ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ സ്കിൻ കെയറിൽ പറഞ്ഞിരുന്നു, നമ്മുടെ സ്കിൻ സെല്ല് എന്ന് പറയുന്നത് ഓരോ അവറിലും പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഷെഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പം കണക്കുകൾ പറയുന്നതുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു സ്കിൻ സെൽസ് പോകുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പോകുന്നത് പോലെ തന്നെ നമ്മുടെ ഹെയറിലുള്ള കോശങ്ങൾ, സ്കാൽപ്പിലുള്ള സെൽസും പോയിക്കൊണ്ടേയിരിക്കുന്നു, അതായത് ഷെഡ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സ്കാൽപ്പിലെ ഹെയർ എങ്ങനെയാണ് പോകുന്നത്, എപ്രകാരമാണ്? കണക്കുകൾ പറയുന്നത് 4,80,000 മുതൽ 5 ലക്ഷം വരെയാണ് ഈ സ്കാൽപ്പിലുള്ള സെൽസ് പോയിക്കൊണ്ടേയിരിക്കുന്നത്, കൊഴിഞ്ഞു പോകുന്നത് എന്നാണ്. ഇത് 8 ലക്ഷം മുതൽ 10 ലക്ഷം ആകുമ്പോഴത്തേക്കുമാണ് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ആകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കോശങ്ങൾ ഇങ്ങനെ പോകുന്നത്, അപ്പം പഴയ സെൽസ് പോയി പുതിയ കോശങ്ങൾ അടിയിൽ നിന്നും വരുന്നു, അത് ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരിലും നടക്കുന്നതാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി വേഗത്തിൽ നടക്കുമ്പോഴാണ് രോഗമായിട്ടത് മാറുന്നത്, ഈ ഒരു ഡാൻഡ്രഫ് ആയിട്ട് മാറുന്നത്. അപ്പൊ അത് തന്നെ നമ്മളുടെ ഡെഡ് ആയിട്ടുള്ള കോശങ്ങളാണ്. നമ്മളുടെ സ്കിന്നിൽ നിന്നും നമ്മുടെ തലയോട്ടിയിൽ നിന്നും തലയിൽ നിന്നും അത് പോകാതെ മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയും അതോടൊപ്പം തന്നെ സെബം ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മുഖത്ത് സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്, സെബം അല്ലെങ്കിൽ ഓയിൽ ഉണ്ട്, അതേപോലെ തന്നെ തലയിലുമുണ്ട് സെബം. അപ്പൊ ആ ഒരു എണ്ണയും കൂടി എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ ഓയിലിന്റെ അളവിലും വളരെയധികം വർധനവ് വരുമ്പോഴത്തേക്കും ഈ നശിച്ചു പോയ ഈ മരിച്ചിട്ടുള്ള ഈ ഒരു കോശങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഹെയറിൽ നിന്നും പോകാതെ അത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പറ്റിച്ചേർന്ന് ഇരിക്കും. അതാണ് ഡാൻഡ്രഫ്. ഡാൻഡ്രഫ് കുറച്ചുകൂടി വലിയൊരു പ്രശ്നമാകുന്നത് ഇൻഫെക്ഷനോടുകൂടി വരുമ്പോഴാണ്. അതായത് ഫംഗസ്, നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഈസ്റ്റ് പോലുള്ള ഒരു ഫംഗസ് ഉണ്ട്, മെലാസേസിയെ ഗ്ലാബോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസ് ഉണ്ട്, ഈസ്റ്റ് പോലുള്ള ഒരു ഫംഗസ്. അപ്പം ഈ ഒരു ഫംഗസ് കുറച്ചുകൂടി അധികമാകുമ്പോഴത്തേക്കും ഈ ഒരു ഫംഗസും ഈ ഒരു കോശങ്ങളും കൂടി കുറച്ചുകൂടി ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ പറയുന്ന അസഹ്യമായിട്ടുള്ള ഒരു ചൊറിച്ചിലും മുഖത്ത് കുരുക്കളും കക്ഷത്തില് കുരുക്കള് മുതുകില് കുരുക്കളും ഒക്കെ ആയിട്ട് വരുന്നത്. ഇപ്പം 2016 ഒരു പഠനം പറയുന്നതാണ് ഫംഗസ് മാത്രമല്ല ബാക്ടീരിയാസും, പ്രൊപ്പിയോണിൽ ബാക്ടീരിയ, സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ, അത്തരത്തിലുള്ള ഒരു ബാക്ടീരിയാസും ഈ ഡാൻഡ്രഫിന് കാരണമാകുന്നു
സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇതാണ് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഡാൻഡ്രഫിൽ നിന്നുള്ള ഒരു മോചനം നേടാനായിട്ട് കഴിയുക? ഈ ഒരു കോശങ്ങൾ അല്ലെ, ഈ ഒരു കോശങ്ങളും ഉണ്ട്, അതേപോലെ ബാക്ടീരിയാസും ഫംഗസും ഉണ്ട്, അതിനെ നീക്കം ചെയ്യണം അല്ലെ. ഈ പോയിക്കൊണ്ടിരിക്കുന്ന കോശങ്ങൾ നമ്മുടെ തലയിൽ നിന്നും, തലനാരിൽ നിന്നും, മുടിനാരിൽ നിന്നും നമ്മൾ യഥേഷ്ടം അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഡാൻഡ്രഫിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഈ ഒരു ഡാൻഡ്രഫിന്റെ ഒരു പരിഹാരമാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ആന്റി ഡാൻഡ്രഫ് ഷാംപൂ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് കെയർ ഷാംപൂവിൽ ഉണ്ടായതുപോലെ തന്നെ സോഡിയം ലോറൈൽ ഈഥർ സൾഫറും അതേപോലെ തന്നെ കോകാമിഡോപ്രോപ്പൈൽ ബീറ്റേനും ഉണ്ട്. അപ്പം ആദ്യത്തേത് പാം ഓയിൽ നിന്നും കോക്കനട്ട് ഓയിൽ നിന്നും എടുത്തിട്ടുള്ളതായിരുന്നു നമ്മുടെ സോഡിയം ലോറൈൽ. ഇത് കോക്കനട്ട് ഓയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ തലമുടിയിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. സിലിക്കോ ഗ്വാർ ഫോർമുലയും ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ്. അതിനു പുറമെ ഇതിൽ എന്താണുള്ളത്? നാച്ചുറൽ ഓയിൽ, 3 നാച്ചുറൽ ഓയിലും കൂടിയിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് കെയറിൽ നിന്നും അപേക്ഷിച്ച് ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേതാണ് ചെമ്പരത്തിയിലുള്ള എണ്ണ. പണ്ട് മുതലേ അല്ലെ മുത്തശ്ശിമാരൊക്കെ പറയാറുള്ളതാണ് ചെമ്പരത്തി താളി തേച്ചിട്ട് കുളിക്കുക എന്നുള്ളത്. അപ്പം അതിനൊരു ആന്റി ബാക്ടീരിയൽ കർമ്മമാണ് ഉള്ളത്. ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ കർമ്മങ്ങളൊക്കെ ഉണ്ട്, ചൊറിച്ചിലിനെയൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെയുള്ളതാണ് ലൈം ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങയിൽ നിന്നുള്ള ഒരു ഓയിൽ. അപ്പൊ അതിനും എന്താണ്? ആന്റി ബാക്ടീരിയൽ കർമ്മമാണ് ഉള്ളത്. അപ്പം ആ ഒരു ചൊറിച്ചിലും ഒക്കെ മാറ്റി നമ്മുടെ തലമുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു തിളക്കത്തെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇതിൽ കുറച്ച് ആന്റി ഡാൻഡ്രഫും ആന്റി ഇച്ചിങ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ്സും ഇതിൽ ചേർന്നിട്ടുണ്ട്. അതേപോലെ 2 പകരം 4 കണ്ടീഷണേഴ്സും കൂടി ചേർന്ന് വന്നിട്ടുള്ളതാണ് ആന്റി ഫംഗൽ ആക്റ്റീവ്സും ഉണ്ട്. അപ്പൊ ഫംഗൽ ഞാൻ പറഞ്ഞു, ഫംഗസിന്റെ അല്ലെ യോജിച്ച് അല്ലെ ഫംഗസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടും കൂടിയിട്ടാണ് ഈ ഡാൻഡ്രഫ് കുറച്ചുകൂടി പ്രശ്നമായിട്ട് വരുന്നത് എന്ന്. അപ്പം അതിനും വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമായിട്ട് ആന്റി ഫംഗൽ ആക്റ്റീവും കൂടിയിട്ടാണ് ഉള്ളത്. ഇനി എന്താണ് ഇതിന് ബാക്കിയുള്ള ഷാംപൂസിനെ അപേക്ഷിച്ച് ഈ ഒരു ഷാംപൂവിൽ ഉള്ളത്? ആദ്യത്തേത് ഇതില് അല്ലെ ഭയങ്കര ഒരു കോമ്പിനേഷൻ, 3 ഹെർബൽ ഓയിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ടീ ട്രീ ഓയിൽ, ലൈം ഓയിൽ, ഹിബിസ്കസ് ഓയിൽ, ചെമ്പരത്തി വെളിച്ചെണ്ണ അല്ലെ, ചെമ്പരത്തിയിൽ നിന്നുമുള്ള ഓയിലുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ മാർക്കറ്റിലുള്ള കണ്ടീഷണേഴ്സ്, ഷാംപൂസിൽ 2 കണ്ടീഷണേഴ്സ് ആണ് മാക്സിമം ഉപയോഗിക്കുക. പക്ഷെ നമ്മുടെ ഇതില് 4 കണ്ടീഷണേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള അതായത് ആന്റി ഡാൻഡ്രഫ്, ആന്റി ഇച്ചിങ്, ആന്റി ഫംഗൽ ആക്റ്റീവ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളത് പ്ലസ് നാച്ചുറൽ ആയിട്ടുള്ളതും ഒക്കെ ചേർത്ത് വരുന്ന ഒരു ഷാംപൂവും നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കാനായിട്ട് കിട്ടില്ല നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട്. എന്തൊക്കെയാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്? ഇത് എല്ലാ ടൈപ്പ് ഓഫ് ഹെയർ ടൈപ്സിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹെയർ ഫോളിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം തരുന്നുണ്ട്. ഡാൻഡ്രഫിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം തരുന്നുണ്ട്. അപ്പം ഇതിലും എന്താണ്? സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് എന്നുള്ളത് അല്ലെ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? വെട്ടായിട്ടുള്ള ഒരു ഹെയറിൽ ആദ്യം തലയൊന്ന് നനയ്ക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ആന്റി ഡാൻഡ്രഫ് ഷാംപൂ എടുക്കുക. അത് ജെന്റൽ ആയിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒരു മസാജ് ചെയ്തതിനു ശേഷം വാഷ് ഔട്ട് ചെയ്യുക. അപ്പം ഇത് നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരാഴ്ചയിൽ 2 തവണയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ 8-in-1 ഹെയർ കണ്ടീഷണറും കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ ആന്റി ഡാൻഡ്രഫ് ഷാംപൂവിനെ പറ്റി പറയാനുള്ളത്. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് ആണ് 8-in-1 ഹെയർ കണ്ടീഷണർ. ഞാൻ പറഞ്ഞിരുന്നു 8 പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ എലമെന്റ്സ് വെൽനസിന്റെ 8-in-1 ഹെയർ കണ്ടീഷണർ. ഫോർ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർസിനും ട്രീറ്റഡ് ഹെയറിനും ഒക്കെ ഉള്ളതാണ്. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് ഹൈഡ്രോലൈസ്ഡ് കിൻവ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കിൻവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കിൻവ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പുമാവ്, കട്ട്ലറ്റും ഒക്കെ. അപ്പം ഭയങ്കര റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. എന്തുകൊണ്ടാണ് റിച്ചസ്റ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇതില്
9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതാണ്. പ്രോട്ടീൻ പൗഡറിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾക്ക് 20 അമിനോ ആസിഡുകളാണ്. അതിൽ 9 അമിനോ ആസിഡുകളെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ 9 അമിനോ ആസിഡുകൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീനിനെ നമ്മൾ ആ ഒരു വസ്തുവിനെ, ഫ്രൂട്ട് ആയിക്കോട്ടെ അതിനെ നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒന്നാണ്, അതായത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് നമ്മുടെ കിനുവ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് മുടിക്കുള്ള സംരക്ഷണം നൽകുന്നത്? ഹെയറിന്റെ ആ നാച്ചുറൽ കളറിനെ സംരക്ഷിക്കുന്നു, ഒരു കണ്ടീഷനിങ് എഫക്ട് തരുന്നു. ബാക്കിയുള്ള ഇപ്പം അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്ന മാലിന്യത്തിൽ അതിൽ നിന്നുമൊക്കെ ഒരു സംരക്ഷണമാണ് ഇത് നിങ്ങൾക്ക് തരുന്നത്. തലയോട്ടിയിലേക്ക് ഇറങ്ങിയിട്ട് തലമുടിക്ക് ഒരു നറിഷ്മെന്റ് ഇത് തരുന്നുണ്ട്, നല്ല ഒരു മോയ്സ്ചർ ഇത് തരുന്നുണ്ട്, നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റുമാണ് ഇത് നിങ്ങൾക്ക് തരുന്നത്. കിൻവയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടിക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ മറ്റ് ശരീരത്തിലെ ഭാഗങ്ങളെ പോലെ തന്നെ അത്യാവശ്യമായിട്ട് ഉള്ളതാണ്. അടുത്തതായിട്ടുള്ളതാണ് ഹൊഹോബ ഓയിൽ. ഇത് എഴുതിയിരിക്കുന്നത് JOJOBA ആണെങ്കിലും നമ്മൾ ഇതിനെ സ്പെല്ല് നമ്മൾ ഇതിനെ ഉച്ചരിക്കുന്നത് ഹൊഹോബ എന്നാണ്. ഈ ഹൊഹോബ ഓയിൽ വളരെ നല്ല ഒരു മോയ്സ്ചറൈസർ ആണ്. അതായത് നമ്മളുടെ തലമുടിയുടെ ഈർപ്പത്തെ കാത്തു സംരക്ഷിക്കുന്ന ഒന്നാണ്. നമ്മുടെ സ്കാൽപ്പിൽ ഒരു pH ഉണ്ട്. ബാക്കി എല്ലാ ശരീരഭാഗങ്ങളിലും pH ഉള്ളത് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ, നമ്മുടെ തലയോട്ടിയിലും ഒരു pH ഉണ്ട്. എത്രയാണ് ആ pH? 4.5 മുതൽ 5.5 ആണ് സ്കാൽപ്പിലെ pH എന്ന് പറയുന്നത്. ആ ഒരു pH കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മുടി നന്നായിട്ട് വളരുന്നതും ഒക്കെ. അപ്പൊ ആ സ്കാൽപ്പ് pH-നെ കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് ഹൊഹോബ ഓയിൽ. അതോടൊപ്പം ഡാൻഡ്രഫിൽ നിന്നുള്ള ഒരു സംരക്ഷണം, മുടി കുറച്ചുകൂടി തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്നു. ഹീറ്റിൽ നിന്നും ഞാൻ പറഞ്ഞിരുന്നു സൂര്യപ്രകാശമൊക്കെ അധികമായിട്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് എന്ന്. അത്തരത്തിൽ ഈ സൂര്യപ്രകാശം ഒന്നും ഏൽക്കുന്നതിൽ നിന്നും അത്തരത്തിൽ മുടി നാരിഴകൾ ഉണ്ടാകുന്ന ആ ഒരു കേടുപാടിൽ നിന്നുമുള്ള ഒരു സംരക്ഷണമാണ് തരുന്നത്. പിന്നീട് മൂന്നാമതായി ചേർത്തിട്ടുള്ളതാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. അതൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് ഒലീവ് ഓയിൽ. നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈനിങ് തരുന്നു, സ്മൂത്തനിങ് തരുന്നു, ആന്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടി ഡാൻഡ്രഫിനെതിരെയും കൂടി പ്രവർത്തിക്കാനുണ്ട്. സ്പ്ലിറ്റ് എൻഡ്, അതായത് മുടി ഇങ്ങനെ കട്ടായിട്ട് പോകുന്നതിൽ നിന്നുമൊക്കെയുള്ള ഒരു സംരക്ഷണമാണ് തരുന്നത്. UV സൺസ്ക്രീൻ ഉണ്ട്. ആദ്യമായിട്ടാണ് മാർക്കറ്റിലെ ഒരു പ്രൊഡക്റ്റിൽ, അതായത് ഒരു കണ്ടീഷണറിൽ UV സൺസ്ക്രീന് ചേർന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു നമ്മളിപ്പോ ഒരു സൂര്യപ്രകാശത്തിലേക്ക് പോകുമ്പോഴത്തേക്കും 2 തരത്തിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളാണ് ഉണ്ടാകുന്നത്, നമ്മളിലേക്ക് പതിക്കുന്നത്. അൾട്രാ വയലറ്റ് A, അൾട്രാ വയലറ്റ് B. അൾട്രാ വയലറ്റ് A എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിന്റെ ആഴത്തിലേക്ക് ചെല്ലുകയും അവിടെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കൊളാജൻ, ഇലാസ്റ്റിനെയും ഒക്കെയാണ് നശിപ്പിക്കുന്നത്. അതുവഴി ചുക്കും ചുളിവുകളും ഒക്കെയാണ് വരുത്തുന്നത്. അതേപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ B ആണെങ്കിൽ ശരീരത്തിന്റെ ആ തലയോട്ടി, ഇപ്പൊ തലേന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തലയോട്ടിന്റെ അവിടെയായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ മുടികളൊക്കെ എളുപ്പത്തിൽ ഒട്ടും കട്ടിയില്ലാതെ പൊട്ടിപ്പോകാനൊക്കെ ആയിട്ടാണ് കാരണമാകുന്നത്. അപ്പം അതിൽ നിന്നും ഒക്കെയുള്ള ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ് അൾട്രാ വയലറ്റ് സൺസ്ക്രീം, അതായത് ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നുമുള്ള ഒരു സംരക്ഷണമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ നിന്നും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ളത്? 8 പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് എന്തൊക്കെയായിരുന്നു ആ 8 പ്രശ്നങ്ങൾ? ഹെയർ ഫോൾ, മുടി കൊഴിച്ചില് വളരെ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. നല്ല കട്ടിയോടുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് ഹെയർ ഫോളിക്കിളിനെ വരുത്താനായിട്ട് സഹായിക്കുന്നു. അതിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. നല്ലൊരു റേഡിയൻസ് തരുന്നു. അപ്പൊ ഈ ഒരു റേഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 വാഷ് വരെ, 30 പ്രാവശ്യം കഴുകുന്നത് വരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ റിപ്പയർ ചെയ്യുന്നു, നല്ല സിൽക്കി ആക്കുന്നു, ഷൈനി ആക്കുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അത്രയുമാണ് നമ്മുടെ 8-in-1 ഹെയർ കണ്ടീഷണർ ഷാംപൂയില്, ഹെയർ കണ്ടീഷണറിൽ പറയാനായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് ഏറ്റവും റിച്ചസ്റ്റ് പ്രോട്ടീൻ ആയിട്ടുള്ളത്? കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാവുന്ന കിൻവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്, ഹൊഹോബ ഓയിൽ ഉണ്ട്, ഒലീവ് ഓയിൽ ഉണ്ട്, മിനറൽ കോംപ്ലക്സ് ഉണ്ട്, UV സൺസ്ക്രീൻ ഉണ്ട്. ആദ്യമായിട്ടാണ് UV സൺസ്ക്രീന് ചേർത്തിട്ടുള്ള ഒരു കണ്ടീഷണർ മാർക്കറ്റിലേക്ക് വരുന്നത്. അത് നമ്മുടേത് ആണ്. അപ്പം ഇത്
എന്തൊക്കെയാണ് അല്ലെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നുള്ള ഒരു മോചനം, അതിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം നിങ്ങൾക്ക് നൽകുന്നു. നല്ല കട്ടിയുള്ള മുടിനാരായിട്ട് വരാനായിട്ട് സഹായിക്കുന്നതാണ്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇത് സ്കിന്നിൽ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട് വരുത്തൂല എന്നുള്ളതിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്? നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ കംപ്ലീറ്റ് കെയർ ഷാംപൂ അല്ലെങ്കിൽ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം 8-in-1 കണ്ടീഷണർ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി എഫക്ട് കൂടുതലായിട്ടുള്ളത്. ആഴ്ചയിൽ നിങ്ങൾക്ക് അധികം പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം ഉപയോഗിക്കാവുന്നതാണ്. അത്രയുമാണ് നമ്മുടെ 8-in-1 ഹെയർ കണ്ടീഷണർ പറയാനുള്ളത്. ഹെയർ കണ്ടീഷണറെ പറ്റിയിട്ട് പറയാനുള്ളത് 8 പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ്.